പലനാടൻ്റെ യാത്രകൾ തുടരുകയാണ്. ഫ്രാൻസിൽ നിന്നും ജർമ്മനി വഴി സ്വിറ്റ്സർലാൻഡിലേക്കാണ് ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത്. റോഡ് മാർഗം 680ഓളം കിലോമീറ്റർ എനിക്കിന്ന് യാത്ര ചെയ്യണം. നഗരപ്രദേശമായതുകൊണ്ട് തന്നെ വാഹനങ്ങളും റോഡുകളിൽ ധാരാളമുണ്ട്. പാരീസിലെ കൺവെൻഷൻ സെൻ്ററാണ് ഈ വലതുവശത്ത് കാണുന്നത്. കാലിഗ്രാഫിയിൽ തിളങ്ങി നിൽക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് ഹബീബ് ബോർഗ്യൂബ ഹാൾ. ടുണീഷ്യൻ ഗവൺമെൻറ് നിർമ്മിച്ചു നൽകിയ വിദ്യാർത്ഥികളുടെ വസതിയാണ്. നഗരാതിർത്തികൾ പിന്നിട്ട് ബസ് മുന്നോട്ട് പോവുകയാണ്. ബസ് ഡ്രൈവർ അമീർ വളരെ കൂളായി ഡ്രൈവ് ചെയ്യുന്നു. ഡ്രൈവിങ്ങിൽ അസാമാന്യ പ്രതിഭയാണ് ഇദ്ദേഹമെന്ന് 3 ദിവസം ഇദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യരുത് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. മഴ പെയ്താൽ എൻ്റെ ഷൂട്ട് മുഴുവൻ പ്രശ്നമാകും. അമേരിക്കൻ കാർ സിറ്റിയാണ് റോഡിന് മറുവശത്തായി ഉള്ളത്. ഫോർഡ്, ഡോഡ്ജ്, റാം തുടങ്ങി നിരവധി അമേരിക്കൻ കാറുകളുടെ ഒരു നീണ്ട നിര തന്നെ ഈ ഷോറൂമിന് മുൻപിൽ നമുക്ക് കാണാനാകും. ക്ലാസിക് വാഹനങ്ങളുടെ ഒരു അപൂർവ ശേഖരവും ഇവിടെയുണ്ട്. നഗരാതിർത്തികൾ പിന്നിട്ട് ഇപ്പോൾ കൃഷിപ്പാടങ്ങൾക്ക് സമീപത്തു കൂടിയാണ് ബസ് സഞ്ചരിക്കുന്നത്. ആദ്യ ടോൾ ഗേറ്റിലേക്ക് വണ്ടി അടുക്കുകയാണ്. വലിയ ടോൾ ഗേറ്റാണ്. കൂടുതൽ വാഹനങ്ങൾ വന്നാൽ പോലും തിരക്കില്ലാതെ ഈ ടോൾ ഗേറ്റ് കടന്നു പോകാനാകും. ടോൾ ഗേറ്റിൽ നിന്നും ബട്ടൺ പ്രസ് ചെയ്താൽ ടിക്കറ്റ് ലഭിക്കും. യാത്ര അവസാനിക്കുമ്പോഴോ റൂട്ട് വിടുമ്പോഴോ നമുക്ക് പണം അടയ്ക്കാനാകും. മൂന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബസ് റോഡിന് സമീപമുള്ള പാർക്കിംഗ് പോയിന്റിൽ നിർത്തി. പ്രാഥമിക ആവശ്യങ്ങൾക്കായി 15 മിനിറ്റ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. പുറത്തേക്കിറങ്ങിയ ഞാൻ അനുഭവിച്ചത് സുന്ദരമായ കാലാവസ്ഥയും നല്ല തണുത്ത കാറ്റും. തൊട്ടടുത്ത് കണ്ട മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഞാൻ നടന്നിറങ്ങി. ആകാശക്കാഴ്ചകളാണെങ്കിൽ പറയുവാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്കും കളർഫുള്ളാണ്. സിനിമയിൽ ഒരു സോങ് ചിത്രീകരണത്തിന് പറ്റിയ ഇടമായി തോന്നി. പുൽക്കൊടികളിലും പൂക്കളിലും മഞ്ഞൻ കണങ്ങൾ ഇണപിരിയാനാകാത്ത വിധം ചേർന്നിരിക്കുന്ന സുന്ദരമായ കാഴ്ച. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി ഇരിപ്പിടങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. 15 മിനിറ്റ് ആയപ്പോൾ സുശാന്തിൻ്റെ വിളിയെത്തി. മനസ്സില്ല മനസ്സോടെ ഞാൻ മരങ്ങൾക്കിടയിലൂടെ ബസ്സിനടുത്തേക്ക് തിരിച്ചു നടന്നു. ബസ് 100 കിലോമീറ്റർ സ്പീഡിൽ റോഡിലൂടെ കുതിക്കുകയാണ്. സ്പീഡ് ഉണ്ടെങ്കിലും അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സുന്ദരമായി പണിതിട്ടിരിക്കുന്ന റോഡ്, ട്രാഫിക്കുമില്ല. അതിനേക്കാൾ സൗകര്യമുള്ള ബസ്സും മികച്ച ഡ്രൈവിങ്ങും. റോഡിൽ അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട്.
ഈ പാതയോരത്തെ ചിലയിടങ്ങളിൽ വീടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കൂടുതലും കൃഷിപ്പാടങ്ങളാണ്. കടുകിൻ്റെ കൃഷിഭൂമിയാണ് കൂടുതലും. നല്ല മഞ്ഞ നിറത്തിൽ കടുക് പൂത്തു നിൽക്കുന്ന കാഴ്ചകൾ നമുക്കേറെ സന്തോഷം തരും. അങ്ങ് അകലെ വ്യവസായശാലയുടെ പ്ലാന്റുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതിനടുത്തും കൃഷിപ്പാടങ്ങൾ തന്നെയാണ്. പാരീസ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് രാജ്യങ്ങളിലേക്ക് റോഡ് മാർഗമാണ് കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്നത്. അതുകൊണ്ടാണ് ധാരാളം കണ്ടെയ്നർ ലോറികളെയും നമുക്ക് ഈ റോഡിൽ കാണാൻ കഴിയുന്നത്. റോഡിന് ഇരുവശങ്ങളിലും ധാരാളം വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ ജർമ്മനിയാണ് കാറ്റിൽ നിന്നും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. 66 ജിഗാവാട്ട്സിന് മുകളിലാണ് ജർമ്മനിയുടെ ഉൽപ്പാദന ശേഷി. മുന്നോട്ട് പോകുന്തോറും ധാരാളം അപ്പാർട്ട്മെൻറ്റുകൾ കാണാനായി. എല്ലാം ഒരേ മാതൃകയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. തണുപ്പുള്ള പ്രദേശമായതുകൊണ്ടാകാം വീടിൻ്റെ മേൽക്കൂരകളെല്ലാം ത്രികോണാകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ യാത്രയിൽ കുതിച്ചു പായുന്ന ട്രെയിനിനെയും എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞില്ല. ട്രെയിനിൽ സഞ്ചരിച്ചാൽ 4.5 മണിക്കൂർ കൊണ്ട് സ്വിറ്റ്സർലാൻഡിലെത്താനാകും. ബസ്സിലായതിനാൽ അതിനേക്കാൾ ഇരട്ടി സമയമെടുക്കും. രണ്ട് മണിയായപ്പോൾ ബസ് തൊട്ടടുത്ത് കണ്ട കഫേക്ക് സമീപം നിർത്തി. അനേകം ട്രക്കുകളും ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റും കഫറ്റീരിയയും ഒന്നിച്ചാണ് ഇവിടെ. എല്ലാം ഒന്ന് ഓടിച്ച് കണ്ടു തീർത്തു. പുറത്ത് തണുപ്പുള്ളതിനാൽ കൂടെയുള്ള സഞ്ചാരികളെല്ലാം അകത്തിരുന്ന് കഴിച്ചു തുടങ്ങി. ഒരു കോഫിയും ജ്യൂസും ചിക്കൻ സാൻഡ്വിച്ചും വാങ്ങി ഞാൻ പുറത്തിരുന്ന് കഴിച്ചു. വെയിലുണ്ടെങ്കിലും തണുപ്പ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവർ തൊട്ടപ്പുറത്തുള്ള പാർക്കിൽ കുട്ടികളോടൊപ്പം കളിക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു. ഇനി കുറച്ചു സമയം ബസിൻ്റെ പുറകിലിരുന്നും ഷൂട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. തലങ്ങും വിലങ്ങും വാഹനങ്ങൾ ചീറിപ്പായുന്ന കാഴ്ചയാണ് എനിക്കിവിടെ നിന്നും കാണാനായത്. ചരക്ക് വാഹനങ്ങൾ പതുക്കെ കയറ്റം കയറി വരികയാണ്. ഇരുവശത്തും നല്ല പച്ചപ്പാണ് ഈ പ്രദേശത്തു കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ആ സുന്ദരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം ഞാൻ ഷൂട്ട് ചെയ്യുവാനും മറന്നുപോയി.
വീണ്ടും 2 മണിക്കൂറുകൾക്ക് ശേഷം ബസ്സുകൾക്ക് നിർത്തുവാനുള്ള പ്രത്യേക സ്ഥലത്തേക്ക് ബസ് മാറ്റി നിർത്തി. ടീ ടൈമാണ്, നല്ല ദാഹവുമുണ്ട്. 20 മിനിറ്റ് ടൈമാണ് ഇവിടെയും അനുവദിച്ചിരിക്കുന്നത്. അവിടെയും നമുക്ക് ധാരാളം ട്രക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാനാകും. മുഖം കഴുകുവാൻ ചെന്നപ്പോൾ അവിടെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൈയടക്കിയിരിക്കുന്നു. ഗ്ലാസിന് പുറകിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഹാൻഡ് വാഷും ടാപ്പും ഹാൻഡ് ഡ്രയറും ഒക്കെ നല്ല രസമുള്ള അനുഭവമായിരുന്നു. വിദേശ രാജ്യങ്ങളിലെ റെസ്റ്റോറൻറ്റും കഫേകളും ഒക്കെ കാണുമ്പോൾ ഞാൻ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടി ഷൂട്ട് ചെയ്യാറുണ്ട്. കാരണം പുതുമകൾ നിറഞ്ഞതായിരിക്കും ഇത്തരം ഭക്ഷണശാലകൾ. ഈ കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ പുതുതായി വരുന്ന സംരംഭകർക്ക് ഒരു സഹായമായേക്കാം. ഒപ്പം ഇൻറ്റീരിയർ ഡിസൈനർമാർക്കും. തടിയിലാണ് കൂടുതലും ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കോഫി മെഷീനിന് സമീപം നല്ല തിരക്കുണ്ട്. തൊട്ടപ്പുറത്തുമുണ്ട് ഡയറക്റ്റ് പേ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന കോഫി വെൻഡിങ് മെഷീനുകൾ. വേണ്ടത് തിരഞ്ഞെടുത്ത് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്താൽ കോഫി റെഡി. ചില്ല് ഗ്ലാസുകൾക്കുള്ളിൽ കേക്കും ക്രോസനും മറ്റ് പലഹാരങ്ങളും ഒക്കെ നിരത്തി വച്ചിരിക്കുന്നു. പല വിധത്തിലുള്ള ബ്രെഡ് വിഭവങ്ങളും കട്ട് ഫ്രൂട്ട്സും ഒക്കെ ഇവിടെയുണ്ട് ഇക്കൂട്ടത്തിൽ. കോഫിയും കുടിച്ച് ഞാൻ കഫേക്ക് പുറത്തേക്ക് ഇറങ്ങി. യാത്ര തുടരുകയാണ്. നിർമ്മാണ രീതിയിൽ തന്നെ വ്യത്യസ്തങ്ങളായ പാലങ്ങൾ എനിക്ക് ഇവിടെ കാണാനായി. റോഡിന് മറുവശത്ത് മുകളിലായി ട്രെയിനിൻ്റെ ബോഗി തന്നെ കൊണ്ടുവച്ച് മോടി പിടിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അതൊരു കഫറ്റീരിയയോ അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റോ ആകാം. യാത്ര തുടങ്ങിയ ശേഷം 2ാമത്തെ ടോൾ ഗേറ്റാണ് ഞാൻ പിന്തുടരുന്നത്. ബാസൽ എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ ബസ് പോകുന്നത്. ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ഈ വലതുവശത്തായി കാണുന്നത്. യൂറോ എയർപോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഡൊമസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളൊന്നും തന്നെ ഇവിടെ നിന്നും സർവീസ് നടത്തുന്നില്ല. ജർമ്മനി എന്ന രാജ്യത്ത് നിന്നും നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. സ്വിറ്റ്സർലാൻഡിലെ ബാസൽ എന്ന ഈ പ്രദേശം തികച്ചും ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ്. കെമിക്കലും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമാണ് കൂടുതലായി ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ഏകദേശം 60% ലാൻഡ് ഇവിടെ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതിനാൽ തന്നെ വരുന്ന അടുത്ത ദിനങ്ങളിൽ ധാരാളം തുരങ്കപാതകളിലൂടെ എനിക്ക് സഞ്ചരിക്കേണ്ടി വരും. റോഡിലൂടെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഒരു മലയ്ക്കുള്ളിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു എന്നത് വളരെ അത്ഭുതമുളവാക്കുന്ന കാഴ്ചയാണ്. 17 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രശസ്തമായ ഗോത്താർഡ് റോഡ് ടണൽ ഈ സ്വിറ്റ്സർലാൻഡിലാണ്. ആൽപ്സ് പർവ്വത നിരകളിലൂടെയാണ് ഗോത്താർഡ് ടണൽ കടന്നു പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളിൽ ഒന്നായ കൂപ്പാണ് ഇടതുവശത്ത് കാണുന്നത്. പടിഞ്ഞാറൻ മധ്യ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ടൂറിസത്തിന് പേരുകേട്ട പ്രദേശമാണ് സ്വിറ്റ്സർലാൻഡ്. തെക്ക് ഇറ്റലിയും വടക്ക് ജർമ്മനിയും കിഴക്ക് ഓസ്ട്രിയയും ഒപ്പം ലിച്ചൻസ്റ്റീനും പടിഞ്ഞാറ് ഫ്രാൻസുമാണ് സ്വിറ്റ്സർലാൻഡിനോടൊപ്പം അതിർത്തികൾ പങ്കിടുന്ന മറ്റു രാജ്യങ്ങൾ. സൂറിച്ച്, ജനീവ, ബാസൽ എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ആൽപ്സ് പർവ്വതത്തിൻ്റെ 14% മാത്രമാണ് സ്വിറ്റ്സർലാൻഡിലുള്ളതെങ്കിലും അതിൻ്റെ ക്ലാസിക് ആൽപൈൻ പ്രകൃതി ദൃശ്യങ്ങൾ കൂടുതലും സ്വിറ്റ്സർലാൻഡിലാണ്. റെഡ് ക്രോസിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് സ്വിറ്റ്സർലാൻഡ്. ബേൺ ആസ്ഥാനമായി ഫെഡറൽ അധികാരികളുള്ള 26 കന്റോണുകൾ അടങ്ങിയ ഫെഡറൽ റിപ്പബ്ലിക്കാണ് സ്വിറ്റ്സർലാൻഡ്.
ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ ഒന്നാണിത്. ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, റൊമാൻഷ് എന്നിവയാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ 4 ദേശീയ ഭാഷകൾ. സ്വിസ് ഫ്രാങ്കാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ ഔദ്യോഗിക കറൻസി. മൗണ്ടൻ ട്രെയിൻ ഉൾപ്പെടെ ഏകദേശം 70 വ്യത്യസ്തങ്ങളായ ട്രെയിനുകൾ സ്വിറ്റ്സർലാൻഡിലൂടെ ഓടുന്നുണ്ട്. ഇവിടുത്തെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, ലോകത്തിലെ തന്നെ മികച്ച വാട്ടറാണ് സ്വിറ്റ്സർലാൻഡിലെ പൈപ്പ് ലൈനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഡയറക്റ്റായി നമുക്കത് കുടിക്കുവാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. രാവിലെ മുതൽ നീണ്ട യാത്രയിൽ കണ്ട കാഴ്ചകളേക്കാൾ മനോഹരമാണ് സ്വിറ്റ്സർലാൻഡിലേക്ക് കയറിയപ്പോൾ കണ്ടത്. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണിത്. റോഡ് ഇരുവശവും ധാരാളം അപ്പാർട്ട്മെൻറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. നോക്കത്താ ദൂരത്തോളം പച്ച പുതച്ച് സുന്ദരിയായി നിൽക്കുന്ന പുൽമേടുകൾ. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മറ്റൊരത്ഭുതം. ചെന്ന് കയറിയതോ മലയ്ക്ക് മുന്നിൽ വായും തുറന്നിരിക്കുന്ന ടണലിൻ്റെ ഉള്ളിലേക്ക്. റോഡ് ഇരുവശത്തായി കാണുന്ന ബോർഡുകളിൽ നിന്നും ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കാറായി എന്ന് മനസ്സിലായി. ഒരു പാലത്തിൻ്റെ അടിഭാഗത്തു കൂടിയുള്ള ടണലിലൂടെയാണ് യാത്ര. സുന്ദരമായ നിർമ്മാണ രീതി. സൂറിച്ച് നഗരത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു. വലതുവശത്തായി അതിവേഗത്തിൽ പായുന്ന ട്രെയിനിനെയും എനിക്ക് കാണാനായി. നീണ്ട യാത്രകൾക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടി ഞാൻ സൂറിച്ചിൽ എത്തിച്ചേർന്നു. ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് എൻ്റെ ഹോട്ടൽ. 4 സ്റ്റാർ പദവിയുള്ള ഹിൽട്ടൺ സൂറിച്ച് എയർപോർട്ട് ഹോട്ടൽ. $538 നമ്പർ മുറിയാണ് എനിക്ക് കിട്ടിയത്. സിംഗിൾ റൂമാണ്, ഒപ്പം മനോഹരവും. ഈ കാണുന്ന കുപ്പിവെള്ളം, ഇതിലൊന്ന് കുടിവെള്ളമാണ്, മറ്റൊന്ന് സ്പാർക്ക്ലിംഗ് വാട്ടറും. ഈ കാണുന്ന 2 കുപ്പിവെള്ളത്തിൻ്റെ വില ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 743 രൂപയോളം വരും. സ്വിറ്റ്സർലാൻഡിലെ ജീവിതം നല്ല കോസ്റ്റ്ലിയാണ്. മനോഹരമായ ബാത്റൂം, ഒപ്പം ബാത്ത് ടബും. കുളിയൊക്കെ കഴിഞ്ഞ് ദീർഘനേരത്തെ സഞ്ചാരത്തിന് അയവ് കിട്ടുവാൻ ഒരു കോഫിയും ഉണ്ടാക്കി കുടിച്ച കാഴ്ചകൾക്കായി ഞാൻ പുറത്തേക്കിറങ്ങി. കൂടെയുള്ളത് തമിഴ്നാട്ടുകാരായ സഹയാത്രികരാണ്. പലനാടൻ ട്രാവലറിൻ്റെ സ്വിറ്റ്സർലാൻഡ് യാത്രകൾ തുടരും. ഒപ്പം വരൂ, ഒത്തിരി കാണാം.